അതുല്യ എന്ന വ്യക്തിയുടെ മരണം, അതിനെ തുടർന്നുള്ള കാര്യങ്ങൾ, ഇഷ്യൂസ് ഒക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ന്യൂസിൽ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ള, അതൊരു പുതുമയുള്ള ഒരു സംഭവമല്ല, ഒരുപാട് നാളുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും ഒരു മാറ്റമില്ലാണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരേ സെയിം സംഭവത്തിന്റെ തുടക്കം അല്ലെങ്കിൽ തുടർക്കഥ എന്നൊക്കെ. ഇനി ഇങ്ങനൊരു വീഡിയോ ഇട്ടുകൊണ്ടോ നമ്മളിങ്ങനെ പ്രതികരിച്ചുകൊണ്ടോ നാളത്തേക്ക് നിൽക്കുന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് നാളായിട്ട് എല്ലാവരും വീഡിയോ ഇടുന്നതും പ്രതികരിക്കുന്നതും ന്യൂസ് ഇടുന്നതും അവസ്ഥ എന്നൊക്കെ കാര്യം തന്നെയാണ്. ആൾക്കാർ മാറി ചിന്തിച്ചാലേ അതിനൊരു മാറ്റം ഉണ്ടാവത്തുള്ളൂ. അല്ലാത്തടത്തോളം കാലം ഇത് തുടർന്നുകൊണ്ടിരിക്കും. ആളുടെ ഹസ്ബൻഡിന്റെ ഒരുപാട് സൈക്കോത്തരങ്ങളുടെ അല്ലെങ്കിൽ ഒരുപാട് ആക്രമണങ്ങളുടെ ആളെ, ഈ അതുല്യ എന്ന വ്യക്തിയെ ശാരീരികമായും മാനസികമായിട്ട് പീഡിപ്പിച്ചു എന്നുള്ളതിനുള്ള ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഔട്ടായിട്ടുണ്ട്, ഒരുപാട് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. എന്തുവാടേ ഹസ്ബൻഡ് പ്രതികരിച്ചത് ഞാൻ എൻ്റെ സ്നേഹം കൊണ്ടാണ്, പ്രണയം കൊണ്ടാണ്, ഔട്ട് ഓഫ് ലവ് ആണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യമാണ്. അതും അവിടെ നിൽക്കട്ടെ, അത് മറ്റൊരു കാര്യം. എനിവേ, ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് അതുല്യയുടെ അച്ഛൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നിശ്ചയം നടത്തിയതിന് ശേഷമാണ് ഇവന്റെ ഓരോ യഥാർത്ഥ തനി സ്വഭാവങ്ങൾ അറിയാൻ തുടങ്ങിയത്. ഈ ഫോൺ വിളികളിലൂടെ തന്നെ മനസ്സിലാക്കി, എൻ്റെ കുട്ടി എൻ്റെ മോള് തന്നെ മനസ്സിലാക്കി. അപ്പോഴത്തേക്ക് വൈകിപ്പോയിരുന്നു. പിന്നെ വിവാഹ നിശ്ചയം കഴിഞ്ഞ് അവൻ ഇവിടെ വരികയൊക്കെ ചെയ്തു. പിന്നെ ഇതിനകത്ത് നമുക്ക് ഇവനെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് വന്നു. പബ്ലിക്കിൽ നമ്മുടെ സമൂഹത്തിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞ എല്ലാ കാര്യങ്ങളൊക്കെ അറിഞ്ഞതല്ലേ. അപ്പോൾ പിന്നെ അത് മുടങ്ങിയാലും ആ കുട്ടിക്ക് പിന്നെയും പേരുദോഷം ഉണ്ടാവും, എൻ്റെ മകൾക്ക്. അതുകൊണ്ട് നടത്താമെന്ന് തന്നെ വിചാരിച്ചു. നിശ്ചയം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മനസ്സിലായി ഇവനെ അത്ര വെടിപ്പല്ലെന്ന്. ഇവിടെ ഒരു വിക്ടിമിന്റെ ഫാമിലിനെ ബ്ലെയിം ചെയ്യാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ യഥാർത്ഥമായുള്ള കാര്യം എന്താണെന്ന് വെച്ചാല്, ആ ഒരു ഹസ്ബൻഡ് കാരണമാണ് ആ ഒരു അതുല്യ എന്ന വ്യക്തി മരണപ്പെട്ടുള്ളതെങ്കിൽ അതിന് ഈക്വലി അവരുടെ ഫാമിലിയും റെസ്പോൺസിബിൾ ആണ്. കാരണം അവർ ഓൾറെഡി പറയുന്നുണ്ട്, കല്യാണത്തിന് മുമ്പ് വിവാഹം നിശ്ചയിച്ച സമയത്ത് അതായിരുന്നു ആൾ ഇത്രത്തോളം മോശപ്പെട്ട വ്യക്തിയാണ്. എന്നിട്ടും സമൂഹത്തിന്റെ കയ്യിൽ നിന്ന് ആൾക്കാർ എന്ത് പറയും അല്ലെങ്കിൽ സൊസൈറ്റി എന്ത് പറയും എന്നുള്ള ഒറ്റൊരു ചിന്തയിൽ സ്വന്തം മകളുടെ ജീവിതം പോലും നോക്കാതെ, ജീവൻ പോലും നോക്കാതെ കെട്ടിച്ചയച്ചിട്ടുള്ള ആൾക്കാർ. ഇതിനൊരിക്കലും ന്യായീകരിക്കാൻ പറ്റത്തില്ല. അയ്യോ പാവം, അങ്ങനെ ഒരു രീതിയിൽ കാണാൻ സാധിക്കില്ല. കാരണം അവർക്ക് ഈക്വലി ഈ ഒരു മരണത്തിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. വിവാഹം കഴിഞ്ഞതിന് ശേഷം ഈ കാര്യങ്ങളൊക്കെ ഇവരുടെ ഫാമിലി കാര്യം, അതായത് ആളെ ഇത്രത്തോളം ഉപദ്രവിക്കുന്നുണ്ട്, വല്ലാത്ത രീതിയിൽ ഹാസ്മെന്റ് ചെയ്യുന്നുണ്ട്, അബ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ ഇവരുടെ ഫാമിലിക്ക് അറിയാം. പക്ഷേ സൊസൈറ്റി എന്ത് പറയും, കല്യാണം കഴിച്ചു വിട്ടില്ല, ഇനി ഇങ്ങനെ കോടതിയൊക്കെ ഞങ്ങളുടെ കുടുംബത്തിന് ഇങ്ങനത്തെ പാരമ്പര്യമൊന്നും ഇല്ലല്ലോ എന്നുള്ള വൃത്തികെട്ട മനോഭാവം ഒരുപാട് ആൾക്കാരെ പോലെ, നമ്മുടെ സൊസൈറ്റിയിലുള്ള ഒരുപാട് ആൾക്കാരെ പോലെ ഇവരും കാണിക്കുന്നുണ്ട്. ഇതൊക്കെ പബ്ലിക്ലി ന്യൂസിൽ വന്നിട്ടുള്ള കാര്യമാണ് കേട്ടോ. അതായത് ഇവരൊക്കെ ചാനൽ ഇന്റർവ്യൂസ് കൊടുക്കുമ്പോൾ പറയുന്ന കാര്യമാണ്, അവൻ എൻ്റെ മകളെ ഇങ്ങനെയൊക്കെ ചെയ്തു, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൾ മരണപ്പെട്ടപ്പോഴാണോ ഇതൊക്കെ തോന്നുന്നത്? ഇത്രയും കാലങ്ങൾ എന്തോരം ഇൻസിഡന്റ് ഉണ്ടാവുന്നുണ്ട്, ഒരുപാട് 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 ഇൻസിഡൻസ് ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്, പലപ്പോഴായിട്ട് നടക്കുന്നുണ്ട്. ഇതൊക്കെ അറിയുന്ന ആൾക്കാരല്ലേ, ഈ നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരെന്നല്ലേ. വിവാഹ നിശ്ചിത സമയത്ത് ഇവർക്ക് അറിയുന്ന ഇത്രത്തോളം ഒരു ഒറ്റ ഒരു മനുഷ്യനാണ് ആ കല്യാണം കഴിച്ചു കൊടുക്കാൻ പോകുന്നത്. പക്ഷേ വിവാഹം നിശ്ചയിച്ചല്ലോ, സൊസൈറ്റി എന്ത് പറയുന്നു വിചാരിച്ചിട്ട് കല്യാണം നടത്തുകയാണ്. കല്യാണത്തിന് ശേഷം ആദ്യ രാത്രി മുതൽ ഈ പീഡനമൊക്കെ തുടങ്ങിയെന്ന് ഇവർ തന്നെ പറയുന്നുണ്ട്, ഇവരുടെ ഫാമിലി തന്നെ. പക്ഷെ ഇത്രത്തോളം നാളായിട്ടും ഇവർക്കൊന്ന് തിരിച്ചു വിളിക്കാനോ ഒന്നിനും ഇവർക്ക് വയ്യായിരുന്നു. മറ്റവനാണെങ്കിൽ സൈക്കോ എന്തൊക്കെയാണ്. സ്നേഹം കൊണ്ടാണ് ഉപദ്രവിച്ചത്, സ്നേഹം കൊണ്ടല്ലേ എന്നെ ഉപദ്രവിക്കുന്നത്, സ്നേഹം കൊണ്ടല്ലേ ചീത്ത വിളിക്കുന്നത്, സ്നേഹം കൊണ്ടല്ലേ അബ്യൂസ് ചെയ്യുന്നത്, അല്ല സ്നേഹം കൊണ്ടല്ല. ഇതൊക്കെ അവരുടെ ഇൻസെക്യൂരിറ്റി കാരണം മാത്രമാണ് അവര് ഈ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള ഫ്രസ്ട്രേഷൻ കാരണമാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇനിയെങ്കിലും ഇതുപോലുള്ള ഇൻസിഡൻസ് ഉണ്ടാവാതിരിക്കാൻ അവര് സ്വന്തം മക്കളിനല്ല, ഒന്നും തവിട് കൊടുത്ത് വാങ്ങിച്ചൊന്നുമല്ലല്ലോ, സ്വന്തം മക്കൾ ഇതുപോലെ പരാതി പറയുമ്പോഴേ കേൾക്കുക, തിരിച്ചു വിളിക്കുക. ആൾക്കാർക്ക് പലതും പറയാം, പക്ഷെ അനുഭവിക്കുന്നത് സ്വന്തം മക്കളാണ്, ഇതൊക്കെ നേരിടുന്ന സ്വന്തം മക്കളാണ്. അതിൽ കൂടുതലൊന്നും ഇല്ല. ഇത്രയും നാള് പോറ്റി വളർത്തിയിട്ട് സൊസൈറ്റി നോക്കിയിട്ട് ആൾക്കാരെ നോക്കിയിട്ട് നടക്കാനാണെങ്കിൽ എന്തിന്? ഐ ഡോണ്ട് നോ. സോ ഇത്രയുള്ളൂ കേട്ടോ. ബൈ. പിന്നെ അങ്ങനെ കല്യാണമൊക്കെ നടത്തി 2014 ആർപ്പാടമായിട്ട് കല്യാണമൊക്കെ നടത്തി നല്ല രീതിയിൽ.